നീ ആ ഷാള് തലയിൽ കിട്ടോ. ശീലരക്കണ്ട, കാലം തെറ്റിയുള്ള മഴയാ. മോനെ ഭാസ്കരേട്ടോ, ഹലോ ഹലോ, കേൾക്കണുണ്ടോ? എന്ത് വലിയായി വലിക്കുന്നേ? ദാണ്ടേ ആ ചെക്കനാണെങ്കിൽ ഉറങ്ങാൻ കഴിയാണ്ട് ഇറങ്ങിപ്പോയി. ചേട്ടാ ഉമ്മായിരുന്നേ. പിന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? 1-2 ദിവസം കൊണ്ട് അച്ഛൻ ഓക്കെ ആവില്ലേ? ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? സംശയമാ. ഈ അവസ്ഥ കിട്ടിയാ അവര് പിടിച്ച് വെന്റിലേറ്ററിലിടും. അത് വേണോ? മാന്യരെ, ഹസ്തിനപുരി 4-ാം വാർഡിൽ കുരുവംശവിലാസത്തിൽ ഭാസ്കരപിള്ള അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഭാരത് മാതാ കി ജയ്. മോനെ അർജുന, ഞാൻ നമ്മുടെ സംഘശക്തി ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. മോൻ ചേട്ടന്മാരെയൊക്കെ ഒന്ന് വിളിച്ചറിയിക്കും. മിനിമോളെ, ഭാസ്കരേട്ട ഇനി എത്ര ദിവസം കൂടി ഉണ്ടാവും? അമ്മേ, അച്ഛനെ വിളിച്ചോണ്ട് പോയേ. നടന്നേ മനുഷ്യ ഇങ്ങോട്ട്. മോൻ വിഷമിക്കണ്ട, ഭാസ്കരേട്ട നാളെ ഈ മുറ്റത്തൂടി ഓടിച്ചാടി നടക്കുന്ന കാണാം. നോക്കിക്കോ. അമ്മേ, ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട് നടന്നേ. ഞാൻ അവനൊരു കോൺഫിഡൻസ് കൊടുത്തു. നീ പോക്കോ, ആവശ്യമുണ്ടോ ഞാൻ വിളിക്കാം. ഹലോ. ആ ചേട്ടാ, അച്ഛന് വില കൂടി. കുറച്ച് സീരിയസാ. നീ റീചാർജ് ചെയ്യാൻ പൈസ തന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാതിരിക്കൊക്കില്ലല്ലോ. നീയാണോ അവരൊക്കെ വിളിച്ചു വരുത്തിയത്? അച്ഛനാകെ അങ്ങ് ക്ഷീണിച്ചു പോയി. നോക്കാൻ ആരെങ്കിലും വേണ്ടേ? കേട്ടോ സ്വന്തം ചേച്ചി, ഓണത്തിന് ഒരു 10 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ ഞങ്ങള് പറഞ്ഞതാ. ഞങ്ങൾ ഈ വാവനും കൂടി പറഞ്ഞതേ ഉള്ളൂ. ആണോ? പാർട്ടിയിലെ അണികൾ എന്താണ് പറയണമെന്ന് അറിയോ? സഹദേവേട്ടാ, നിങ്ങളില്ലാതെ ഒരു കാര്യവും നടക്കില്ല. പൊതുപ്രവർത്തനത്തിന് തന്നെ സമയമില്ല. അപ്പൊ പിന്നെ സ്വന്തം കാര്യത്തിന് മനസ്സിലായല്ലോ. അലുവഴി കഴിച്ചു. എനിക്ക് വേണ്ട, ഷുഗറാ. അതിലൊന്നും കാര്യമില്ല ചേച്ചി, എപ്പോഴായാലും തട്ടിപ്പോണ്ടല്ലേ. വേണ്ട നകുല. കേട്ടോ,
ഇത് കോഴിക്കോടനല്ലല്ലോ. എവിടെ ഉള്ളതാണെങ്കിൽ എന്ത് പാവം അച്ഛനെ കഴിക്കാൻ പറ്റണില്ലല്ലോ. ആ ഭീമേട്ടാ അലുവ കഴിക്ക് വാ. എനിക്കൊന്നും വേണ്ട, ചത്തോന്നറിയാൻ വന്നതായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വായി പല്ലുള്ള സമയത്ത് ആ പാവൻ ചോദിച്ചതാ ഒരു കഷ്ണം അലുവ കൊണ്ട് കൊടുക്കാൻ. അപ്പുറത്താനും പോയിരിക്കണ്ട, അച്ഛൻ ആകാശവാണിയിലും കേട്ടോണ്ട് കിടക്കട്ടെ. സ്ഥലം ഇയാൾക്ക് മേടിച്ചു കൊടുക്കത്തില്ല. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അച്ഛൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം താനീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പോടാ. അത് ശരി. പോടാ. ഒന്നും മിണ്ടാതിരിക്കുന്ന ബുദ്ധി. ക്ഷമിക്കച്ച. നിനക്കെന്ത് തോന്നുന്നു? ചേട്ടനെന്ത് തോന്നുന്നു? ഇത്തവണ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഇത് തന്നെയല്ലേ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ? ഇത് അതുപോലെയല്ല, എൻ്റെ ഉള്ളിൽ നിന്നൊരു മനസ്സിലായില്ലേ? അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എൻ്റെ പേരാണ് ലോക്കൽ കമ്മിറ്റി ആലോചിക്കുന്നത്. കൺഗ്രാറ്റ്സ്. അതെ, ഒരുപാട് ഫണ്ട് വേണ്ടി വരും. ഈ മോതിരം വിറ്റ് വേണം അത് അറേഞ്ച് ചെയ്യാൻ. അതിന് ചേട്ടനാണോ മോതിരം? അല്ലാതെ പിന്നെ മൂത്ത ചേട്ടനല്ലേ മോതിരം കയ്യിൽ വെക്കാനുള്ള അവകാശം. അതിന് ധർമ്മേട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായില്ലേ? അത് മൂത്താംകുടിയിലെ ചേട്ടനല്ലേ നിഷേ. രണ്ടാംകുടിയിലായാലും അവകാശപ്രകാരം സഹദേവേട്ടനല്ലേ മോതിരം കിട്ടേണ്ടത്. നീ എവിടെ പോണു? ഇപ്പൊ വരാം. ഒന്നര കളിക്കാം. മൊബൈല് അച്ഛൻ തോറ്റു കഴിഞ്ഞ് എന്നിട്ട് പിന്നെയും കളിക്കുന്ന വീട്. നീ ഒന്നും ചുമ്മാ അച്ഛൻ ഔട്ടായേ. നീ കയ്യെ പിടിച്ച് വലിച്ചിട്ടല്ലേ? അമ്മേ അച്ഛൻ പറ്റിക്ക. അച്ഛൻ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയി. ഡാർക്ക് മോഡാണല്ലോ. പക്ഷേ ഇത് നമ്മുടെ വീടല്ല, അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ സഹദേവേട്ടനോട് മോതിരത്തിന്റെ കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്നിട്ട് അയാൾ പറയുന്ന കേട്ട് തലയും താഴ്ത്തി ഇങ്ങോട്ട് പോന്നല്ലേ? എടി, സഹദേവേട്ടന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്? എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാനോ? എന്നെ നിഷേ ഒന്ന് പതുക്കെ, അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. കൈയെടുക്ക്. കാം നിഷ കാം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് മോതിരം വേണം. കൂടുതലൊന്നും കേൾക്കാൻ വേണ്ട. നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതാ ഇപ്പൊ പറയണം. എടി, സഹദേവേട്ടനോട് എങ്ങനെയാ ഇതൊന്നും പറയുന്നേ? ഇയാളെപ്പോലൊരു പേടിത്തോണ്ട. ഇവിടെ എങ്ങോട്ടാ? ബ്ലേഡ് കൈ മുറിക്കല്ലേ നിഷേ? പഠിക്ക്, മീശ പഠിക്ക്, എന്നിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്ക്. നിഷേ ഒന്ന് പോടോ. നേട്ടാ വെള്ളം. ചേട്ടാ വെള്ളം മതിയാ? വേണ്ട മകളെ, നിർത്തി. വൈകിട്ട് കുറച്ച് വാട്ടക്കപ്പ് കഴിച്ചത് വയറ്റിക്കിടന്ന് ഉരുളുക. ലേശം കുരുമുളക് ചേർത്താൻ കഴിച്ചാൽ മതി, പൊക്കോളും. വേണ്ടടാ. വേണ്ട വേണ്ട. ആ പിന്നെ ഒരു കാര്യം, മറ്റന്നാ ഞായറാഴ്ചയാണ്. അതിന് ഫ്ലക്സ് അടിക്കണ്ടേ നമുക്ക്? എന്തിന്? ആളവിടെ കിടപ്പുണ്ടല്ലോ. ആ കിടപ്പ് കണ്ടിട്ട് നാളെ തന്നെ അടിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നണം. പിന്നെ ഞായറാഴ്ച പണിക്ക് നിൽക്കണ ചെക്കൻ വരത്തില്ല. നിങ്ങളതിന് പുറത്തു കൊടുത്ത് അടിക്കാനാ പ്ലാനെങ്കിൽ വാസുവിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രശ്നമാണെങ്കിൽ ഇപ്പൊ സീസൺ ആയിട്ട് ഓഫറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ അത് ശരിയാവത്തില്ല വാസുവേട്ടാ. അത് വേണ്ടല്ല, നല്ല ഓഫർ തരാന്നല്ലേ പറയണേ. കുറച്ചടിച്ചു വെച്ചേക്കാം. അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ മനസ്സിലായില്ലേ? ആ അതാ ഞാൻ പറഞ്ഞത്. ഭാസ്കരേട്ടന്റെ പുതിയ ഫോട്ടോ വല്ലതും ഉണ്ടോ? നിന്റെ ഉണ്ടോ? എൻ്റെ കയ്യിലില്ല. അർജുൻ്റെ വല്ലതും കാണും. കവലയിലും വീട്ടിലും 10 അടിയുടെ ഓരോ ഫ്ലക്സ്, പിന്നെ ഇങ്ങോട്ട് വരുന്ന വളവിലും തിരുവലും 4 അടിയുടെ ഓരോന്നും, പിന്നെ എല്ലാ പോസ്റ്റിലും അറഞ്ചം പുറഞ്ചം നമുക്ക് പോസ്റ്റ് ഒട്ടിച്ചേക്കാം. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത്. നമ്മളെ നാട്ടുകാരെ അറിയാലോ. വില വാസുവേട്ടൻ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു. ആ അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നുള്ളത് ശരി. ഇതിനൊക്കെ കാശാരി മുടക്കും. കാശൊക്കെ വരും.
എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞ മോതിരം എനിക്ക് തന്നെ വേണം. അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാ. ഞാൻ തമാശ പറഞ്ഞല്ല. നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ചിരി വന്നു പോയതല്ലേ. നല്ല യാത്രാ ക്ഷീണമുണ്ട്. നാളെ രാവിലെ കാണാം. ആ എന്താണ് സുഖമല്ലേ? വർക്കൗട്ടായില്ല.